दोस्तों नमस्कार। आज 14 नवंबर बाल दिवस, हमारे प्यारे चाचा जी का जन्मदिन। बाल दिवस के इस पावन अवसर पर सबको मेरा प्यार भरा नमस्कार। जिसे कि हमें मालूम है बालों ही हमारे देश की असली संपत्ति है। आज के बच्चे कल के नेता हैं, कल के नागरिक हैं। उन्हीं पर देश का भविष्य निर्भर है। नेहरू जी का मानना है कि बच्चों का उचित रूप से पालन पोषण होना जरूरी है, तभी देश की उन्नति हो सकती है। अगर उनकी हालत नहीं सुधरी तो वह देश के लिए बहुत बड़े कलंक की बात है। इस विचार से बाल दिवस मनाया जाता है। दोस्तों, बाल दिवस नेहरू जयंती के दिन क्यों? पंडित जवाहरलाल नेहरू जी बच्चों को बेहद प्यार करते थे। वे बच्चों को भावी नेता मानते थे। वे हर तरह से बच्चों की उन्नति चाहते थे। वे बच्चों के सच्चे चाचा थे। बच्चों के साथ मिलकर खुद बच्चा बन जाते थे, शरारतें भी करते थे। इसी प्यार के कारण उन्होंने अपना जन्मदिन बालकों को समर्पित कर दिया। इसलिए हर साल नेहरू जी का जन्मदिन 14 नवंबर को ही सारे भारत में बाल दिवस मनाया जाता है। दोस्तों, बाल दिवस के अवसर पर सभी स्कूलों में बच्चों के लिए रंगारंग कार्यक्रम आयोजित किए जाते हैं। बच्चों के मन में यह विचार पैदा करना जरूरी है, आगे चलकर वे ही नेता बनेंगे और देश का काम संभालेंगे। इस दिन दिल्ली के तीन मूर्ति भवन और बाल भवन में सबसे बड़ी विज्ञान प्रदर्शनी लगाई जाती है। इसमें बालकों द्वारा बनाए गए नमूने प्रदर्शित किए जाते हैं। भारत के अन्य भागों में भी बालकों के मेले लग जाते हैं। बच्चों के लिए कई खेल प्रतियोगिताएं होती है। नेहरू जी बच्चों की आंखों में भविष्य की भारत की तस्वीर देखते थे। उनके प्रयत्नों से सन 1953 में चिल्ड्रन फिल्म सोसाइटी का स्थापना हुई। उसका उद्देश्य था बच्चों के लिए रोचक और शिक्षा देने वाली फिल्में बनाना। नेहरू जयंती के अवसर पर अंतर्राष्ट्रीय बाल फिल्म महोत्सव मनाया जाता है। दोस्तों, हमारे प्यारे नेहरू जी को उनके जन्मदिन के अवसर पर श्रद्धांजलि अर्पित करते हुए अपने विचार समाप्त करना चाहूंगी। जय हिंद। കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നവംബർ 14 ശിശുദിനം, നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ ജന്മദിനം. ശിശുദിനത്തിൻ്റെ ഈ പുണ്യ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. നമുക്കറിയാമല്ലോ, കുട്ടികളാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ സമ്പത്ത്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരനും നാളത്തെ നേതാക്കളുമാണ്. ദേശത്തിൻ്റെ ഭാവി അവരിലാണ്. നെഹ്റുജിയുടെ അഭിപ്രായത്തിൽ കുട്ടികളെ നന്നായി വളർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ മാത്രമേ ദേശത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കുട്ടികളുടെ വളർച്ച നല്ല രീതിയിലും ഉചിതമായ വിധത്തിലും അല്ല എങ്കിൽ അത് ദേശത്തിനൊരു കളങ്കമായി തീരും. കൂട്ടുകാരെ, നെഹ്റുജിയുടെ ജന്മദിനത്തിൻ്റെ അന്ന് ശിശുദിനം ആഘോഷിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ജവഹർലാൽജി കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം കുട്ടികളിൽ ഭാവി നേതാക്കളെയാണ് ദർശിച്ചിരുന്നത്. കുട്ടികളുടെ സമഗ്ര വികാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം ശരിക്കും കുട്ടികളുടെ ചാച്ചാജി തന്നെയായിരുന്നു. കുട്ടികളോട് ഒത്തുചേരുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു കുസൃതി കുട്ടിയായി മാറാറുണ്ടായിരുന്നു. ഈ സ്നേഹത്തിൻ്റെ കാരണത്തിലാണ് നെഹ്റുജിയുടെ ജന്മദിനം ശിശുദിനമായി ആഘോഷിക്കപ്പെടുന്നത്. ശിശുദിനത്തിൻ്റെ അന്ന് എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള പരിപാടികൾ ഏർപ്പാട് ചെയ്യപ്പെടുന്നു. കുട്ടികളുടെ മനസ്സിൽ അവരുടെ കൈകളിലാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഈ ദിവസം ഡൽഹിയിലെ തീൻമൂർത്തി ഭവനിലും ബാലഭവനിലും
വലിയ ശാസ്ത്ര പ്രദർശനങ്ങൾ നടക്കുന്നുണ്ടാകും. ഇതിൽ കുട്ടികൾ നിർമ്മിച്ച ശാസ്ത്ര മാതൃകകൾ പ്രദർശിക്കപ്പെടുന്നു. ഭാരതത്തിലെ മിക്കയിടങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ മേളകൾ നടത്തപ്പെടുന്നു. കുട്ടികൾക്ക് വേണ്ടി അനേകം സ്പോർട്സ് മത്സരങ്ങളും നടത്തപ്പെടുന്നു. നെഹ്റുജി കുട്ടികളുടെ കണ്ണുകളിലാണ് ഭാരതത്തിന്റെ ഭാവി ചിത്രം കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ട് 1953 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി രൂപീകൃതമായി. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെ ലക്ഷ്യം വെച്ചുമാണ് ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി രൂപീകരിച്ചത്. ജവഹർലാൽ ജയന്തിയോടനുബന്ധിച്ച് ദേശീയ ബാല ഫിലിം മഹോത്സവം നടത്തപ്പെടുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.